പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച തുടർ ഉത്തരവുകൾ സുപ്രീം കോടതി റദ്ദാക്കി. ഹൈക്കോടതി സ്വീകരിച്ച തുടർ നടപടികളിൽ സുപ്രീം കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. അതേസമയം സഭാ ഭൂമി ഇടപാടിലെ കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. സഭാ ഭൂമി ഇടപാടിലെ കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി വിധിച്ചത്. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികളോട് തുടർ നടപടി സ്വീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ നടപടികളിലാണ് സുപ്രീം കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച തുടർ ഉത്തരവുകൾ സുപ്രീം കോടതി റദ്ദാക്കി. കർദിനാളിനോട് വിചാരണ നേരിടാൻ നിർദ്ദേശിച്ച ഉത്തരവിൽ പള്ളിഭൂമികൾ പൊതു ട്രസ്റ്റിന്റെ ഭാഗമായി വരുമെന്നും സിവിൽ നടപടിച്ചട്ടത്തിലെ 92-ാം വകുപ്പ് ബാധകമായിരിക്കുമെന്നുമായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. കത്തോലിക്ക സഭയെ കേൾക്കാതെയാണ് വിധി പറഞ്ഞ ഹൈക്കോടതി ജഡ്ജി തുടർ നടപടികൾ സ്വീകരിച്ചതെന്ന് സീറോ മലങ്കര സഭയുടെ ബത്തേരി രൂപതയും സീറോ മലബാർ സഭയുടെ താമരശ്ശേരി രൂപതയും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന ഉത്തരവിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന തുടർ നടപടികളിലെ കടുത്ത അതൃപ്തി ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി, ബേല എം ത്രിവേദി എന്നിവർ അടങ്ങിയ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതി ലക്ഷ്മണരേഖ കടന്നെന്ന് ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 482-ാം വകുപ്പ് പ്രകാരം കേസ് റദ്ദാക്കാൻ നൽകുന്ന ഹർജിയിൽ കോവിഡ് സംബന്ധിച്ചു പോലും ഹൈക്കോടതി നിർദ്ദേശം നൽകുമോ എന്ന് പോലും സുപ്രീം കോടതി ആരാഞ്ഞിരുന്നു. അതേസമയം കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. കർദിനാളിന് അനുകൂല നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. കർദിനാളിനെതിരായ പരാതി സർക്കാർ അന്വേഷണം നടത്തി അവസാനിപ്പിച്ചതാണെന്നും സർക്കാർ ഭൂമിയാണ് വിറ്റത് എന്ന ആരോപണം തെറ്റാണെന്നും കണ്ടെത്തിയിരുന്നു. നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. കോടതി ആവശ്യപ്പെട്ടാൽ ഇനിയും അന്വേഷിക്കാമെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഷക്കീന ന്യൂസ്, ദില്ലി.